ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേന നടുന്ന വീഡിയോ ആണ്. ഇതാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരുന്ന വിത്ത് ചേന. ഇത് മുള വന്നേക്കണതാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇത് കുറേ മുളകളുണ്ട്. അപ്പം നമ്മൾ വിത്ത് ചേന ഒരുക്കി വെച്ച സമയത്ത് ഇവിടെ വരുന്ന ഈ ഭാഗത്ത് മുള വന്നിരുന്ന ഭാഗം നമ്മൾ കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് തുരന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ നിറച്ച് മുള വരിക. അപ്പോൾ നമുക്ക് ഈ മുള വരുന്നതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആവശ്യമില്ലാത്ത മുളകൾ നമുക്ക് ഇതേപോലെ ഒന്ന് കത്തിക്കൊണ്ട് തന്നെ അതങ്ങോട്ട് കളയുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള മുളകൾ മാത്രം നിർത്തിയാൽ മതി. ബാക്കി മുളകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഞാൻ ഈ ചേന 3 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. വേണമെങ്കിൽ ഇത് നമുക്ക് 4 ആയിട്ടും കട്ട് ചെയ്യാം. 4 ആയിട്ട് കട്ട് ചെയ്യാനുള്ള വലിപ്പമുണ്ട് ചേനയ്ക്ക്. പക്ഷെ ഞാനിത് കറക്റ്റ് 3 ആയിട്ട് ഈ മുളകൾ വരുന്ന ഭാഗത്തിന് 3 ആയിട്ട് കട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ആവശ്യമില്ലാത്ത മുളകൾ നമുക്ക് ഇതേപോലെ കളയാം. അതിനുശേഷം ഈ മുള വരുന്ന ഭാഗം നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതിൽ 3 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 250 ഗ്രാമെങ്കിലും വരുന്ന 1/4 കിലോ എങ്കിലും വരുന്ന കഷ്ണങ്ങളായിരിക്കണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. എന്നാലാണ് നമുക്ക് നല്ല ചേന കിട്ടുള്ളൂ, വലിപ്പമുള്ള ചേന കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് 3 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള 3 പീസായിട്ട് മുറിക്കാമെന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. പക്ഷേ കറക്റ്റ് 4 പീസിനും ഓരോ മുളകൾ വരുന്ന രീതിയിൽ അത്യാവശ്യം വലിയ പീസുകൾ കിട്ടിയേക്കുന്നതുകൊണ്ട് ഞാൻ 4 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ 4 പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചാരം എടുത്തിട്ട് ഈ മുറിഞ്ഞ ഭാഗത്ത് നമുക്കിതൊന്ന് ഈ ചാരം ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ അതേപോലെ കേട് വരാതിരിക്കാനുമാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാണകം കലക്കിയിട്ട് അതിൽ മുക്കി കൊടുത്താലും മതി, പച്ച ചാണകം ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മളിവിടെ 4 കുഴികൾ എടുത്തിട്ടുണ്ട്. ഈ 4 കുഴികളിലും ഞാനിതിലിടാൻ വേണ്ടിയിട്ടാണ് ഈ വാഴക്കച്ചിൽ അതേപോലെ വാഴത്തടയൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാഴത്തടയൊക്കെ ഇതിലേക്ക് ഇടുന്നത് നല്ലതാണ് കേട്ടോ. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളതാണ് വാഴത്തടയിലൊക്കെ. അതേപോലെ തന്നെ വാഴ ഇലകളിലും കരിയിലേക്ക് പകരമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ വാഴത്തടയൊക്കെ വെട്ടിയിടാനുണ്ട്. അല്ലെങ്കിൽ വാഴക്കച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി. ഇനി നമുക്ക് ഈ ചേനയുടെ വിത്ത് കറക്റ്റ് നടുക്ക് കണ്ട് വെച്ച് കൊടുക്കാം. ഒത്തിരി വലിയ കുഴിയൊന്നും താത്തണ്ട കേട്ടോ. ഇതേപോലെ റൗണ്ടിൽ ചെറിയൊരു കുഴി താത്തിയാൽ മതി. അതിനുശേഷം നമ്മൾ വളവും കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് മൂടി കൊടുക്കുക ചെയ്യണം. അപ്പോൾ ബാക്കി കുഴികളിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. 4 കുഴികളിലും ചേന വെച്ച് കൊടുത്തിട്ടുണ്ട്, വളം ഇട്ടിട്ടുണ്ട്, അടിയിൽ കരിയില ഇട്ടിട്ടുണ്ട്, അതേപോലെ വാഴത്തടകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടി കരിയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചേനയുടെ മുകളിലോട്ട് വീണ്ടും നമ്മൾ കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വളരെ നൈസായിട്ട് കുറച്ച് മണ്ണ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. വളരെ കനം കുറച്ചിട്ടാൽ മതി. പക്ഷേ അതിൻ്റെ മുളകൾ മുകളിലോട്ട് പൊങ്ങി വരാനുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചേനകളെല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. ചേനകൾ നടേണ്ടത് നമ്മൾ കുംഭമാസത്തിലാണ് കേട്ടോ. ഞാൻ കുംഭമാസത്തിലെ ഏറ്റവും ലാസ്റ്റ് ഡേയിലാണ് നട്ട് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഴ കിട്ടാനായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് ചേന നട്ട് കൊടുക്കുന്നത്. ചേന നടുമ്പോൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു 1/4 കിലോ എങ്കിലും ഉള്ള കഷ്ണങ്ങളായിരിക്കണം നമ്മളിത് മുറിച്ച് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. നമുക്ക് മുറിച്ച ഭാഗം ഒന്നുകിൽ സൂഡോമോണസ് ലാനിയിലോ അല്ലെങ്കിൽ ചാണകപ്പാലിലോ അല്ലെങ്കിൽ ചാരത്തിലോ മുക്കിയിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചേന, നല്ല വലിപ്പമുള്ള ചേന വിളവെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.